ഇതെവിടെയായിരുന്നു? കാത്തിരുന്ന് എന്റെ കണ്ണ് കഴിച്ചു. എന്തിന്? കാണാൻ, അല്ലാതെ എന്തിനാ? വേഗം പൊയ്ക്കോ, അയാൾ ഇപ്പൊ വരും. ആര്? ദേവറാവു. അയാൾ കണ്ട കുഴപ്പാവും. അത് ശരി. അപ്പൊ എന്റെ കാശും കിടക്കനും ഒക്കെ മേടിച്ചു വെച്ചിട്ട് എന്നെ പറ്റിക്കാൻ നോക്ക. അയ്യോ, അയാൾ വന്നു. പോ പോ, ഒന്ന് പോകാൻ. ഇന്നെന്താ ഈ വേഷത്തില്? മാറാം. വേണ്ട 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 വേണ്ട, മാലയ്ക്ക് ഏത് വേഷവും നല്ല ചർച്ചയാ. ഇതാരുടെ വകയാ? മുന്തിയ കലാകാരന്മാർ പലരും വന്നു പോകുന്നുണ്ടല്ലേ. വാ. അടുത്തകാല് നീ പറഞ്ഞിട്ടാണോ ഇവൻ വന്നത്? ആണോടി? കളിച്ച് കളിച്ച് ഇവിടം വരെ എത്തിയല്ലേ? മോൾ ബദ്രു, ഓടി വാ. എന്താ മാല ഇതൊക്കെ? അറിയില്ല. ഞാനെങ്ങനെ വിശ്വസിക്കണം അല്ലേ? നടന്നത് നടന്നു, മേലിൽ ഇത് ആവർത്തിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ മാലയ്ക്ക്? വണ്ടി എടുക്കാൻ പറയണ. അപ്പൊ അകത്തേക്കല്ലേ? ശ്വാസം മുട്ടലുമാ. കുറച്ചു നേരം കൂടി അവിടെ കിടന്നിരുന്നെങ്കിൽ തീർന്നേനെ. വാ വാ, ഇനി ഇത് കുടിച്ചിട്ടാവാ.
വാടാ. ചായ കൊള്ളാം അല്ലേടോ? എന്നാലും പഴയ മണിയുടെ അത്രയും എടുപ്പുണ്ടോ എന്നൊരു സംശയം. എന്താ എനിക്കിപ്പോ അങ്ങനെ തോന്നാൻ? അല്ല, മിനിക്കൊക്കെ കഴിയുമ്പോഴേക്കും ശരിയാകും. പണം കുറെ ചെലവായെങ്കിലും കൊള്ളാടോ മേശ്ശേരി. നീ ഇതുവരെ പോയില്ലല്ലേ? നേരം വെളുക്കുമ്പോ ഈ നാട്ടിൽ കണ്ടുപോരെന്ന് പറഞ്ഞതല്ലടാ. ഇത്തവണ എന്ത് കുരുത്തക്കേടാണാവോ? അതിവനറിയാം. എന്താടാ? എന്താന്ന്? അവന്റെ ഒരു പോക്ക് കണ്ടില്ലേ? അഹങ്കാരി. എന്നാലും ഇത്രയൊക്കെ കൊണ്ടിട്ടും ഇവൻ പഠിച്ചില്ലല്ലോ എന്നാ. ആഹാ, അപ്പൊ തല്ലുകൊണ്ടതാണല്ലേ? എല്ലാവരോടും അവൻ പറഞ്ഞത് കുതിരപ്പുറത്തുനിന്ന് വീണതാന്ന. അത് ശരിയാ. അവനൊരു കുതിരയുടെ പുറത്തൊന്ന് കേറാൻ നോക്കി. അതിന്റെ അടയാളങ്ങൾ അവന്റെ മുഖത്ത് മുഴുവൻ. എന്താ വേണ്ടെന്ന് തീരുമാനിക്കണം. രണ്ടു വഴികളുണ്ട്. ഒന്നുകിൽ എല്ലാരും കൂടെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഈ പണി ഇനി എങ്ങനെയാ തീർക്കേണ്ടതെന്ന് ദേവറാവിനറിയാം. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു വിട്ടോളാം അവനെ ഈ നിമിഷം. ആലോചിച്ച് നിൽക്കാതെ ചെല്ലെന്റെ മേസ്ത്രി, ഒന്ന് പറഞ്ഞു വിടാ മാരണത്തിനെ. ഇനിയും പിടിക്കപ്പെട്ടാൽ അതെന്റെ മരണമായിരിക്കും. പിന്നെന്തിനാ വന്നത്? നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ. എവിടേക്ക്? കുന്തിരിക്കത്തിന്റെ പുകയും സുഗന്ധദ്രവ്യങ്ങളുടെ മണവും ഇല്ലാത്ത ഒരിടത്തേക്ക്. എന്നിട്ട്? നിന്റെ ചുണ്ടിലെ ചായവും കണ്ണിലെ കറുപ്പും ഞാൻ തുടച്ചു കളയും. എന്നിട്ട്? അവിടെ നിനക്കൊരു പട്ടം പോലെ പറക്കാം. അതിന്റെ ചരട് എന്റെ കയ്യിലിരിക്കാൻ നിനക്ക് സമ്മതമാണെങ്കിൽ. നിയന്ത്രണങ്ങളില്ലാതെ പറക്കാനാണ് എനിക്കിഷ്ടം. നിനക്ക് പറക്കാവുന്നിടത്തോളം എന്റെ കയ്യിലെ ചരട് ഞാൻ അയച്ചു തരാം. പറന്ന് പറന്ന് ഞാൻ തളരുമ്പോഴോ? ആകാശത്തിന് താഴെ എവിടെ വേണമെങ്കിലും നിനക്ക് വിശ്രമിക്കാം. അവിടെ ഞാൻ നിനക്കായൊരു കൂര പണിയും. ഒരു കൊച്ചു മൂശാരിപ്പുര. ആ കൊച്ചുപുരയിൽ വൈദ്യനും വയറ്റാട്ടിയും ഇല്ലാതെ പേറ്റുന്നോ പറഞ്ഞ് ഞാൻ പ്രസവിക്കും. എന്നിട്ട് പണി കഴിഞ്ഞു വരുന്ന മൂശാരിക്ക് ഞാൻ കഞ്ഞിവെച്ച് കാത്തിരിക്കും. എന്നാ ചൂടോടെ മൂശാരിച്ച് കുറച്ച് കഞ്ഞി വിളമ്പ്. അയ്യോ, കറിയൊന്നും ആയില്ലല്ലോ. ഞാൻ 2 കാന്താരി പൊട്ടിക്കട്ടെ? വേണ്ട, നിന്റെ ഈ വിരൽത്തുമ്പുകളുടെ എരിവ് അതിനുണ്ടാവില്ലല്ലോ. ഈ കൈകൊണ്ട് നീ എന്നെ ഊട്ട്. എനിക്കിവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഒരിക്കലും.
എനിക്ക് വേണം നിന്നെ. ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. എങ്ങനെ? വേഗം പൊയ്ക്കോ, എനിക്ക് പേടിയാവുന്നു. കാത്തിരിക്കണം, ഞാൻ വരും നിന്നെ കൊണ്ടുപോകാൻ. പോട്ടെ. ലളിത മരിച്ചു. എപ്പോ? അധികമായില്ല. നല്ലൊരു ദിവസമായിട്ട്. ആ, താമ്പക്കോ എത്തിക്കോളാം. ആ. ഏയ്, ഞാൻ താഴെ നോക്കി. എന്താ അങ്ങോട്ട് പോവാത്തെ? അവിടെയായിരുന്നു. മനസ്സ് പറഞ്ഞു വരുമെന്ന്, അതുകൊണ്ടിങ്ങ് പോന്നു. പോണ്ടേ നമുക്ക്? നമ്മൾ ഇന്ന് പോകുന്നു, ഈ രാത്രി. ഇന്നോ? 10:30 മെയിലിന്. 10 മണിയാവുമ്പോ അമ്പലത്തിലെ മണി പൊട്ടി താഴെ വീഴും. ഈശ്വര, എന്താ ഈ പറയുന്നേ? ആ ശബ്ദം കേട്ട് ഈ നാട് മുഴുവൻ ഉണരും. എല്ലാവരും അങ്ങോട്ട് പോകും. ആ സമയത്ത് നീ പുറത്തു വരണം. സ്റ്റേഷനടുത്തുള്ള ആൽമരമില്ലേ, കൽത്തൂണുകളൊക്കെ ആയിട്ട് അവിടെ ഞാൻ കാത്തിരിക്കും. നീ വരണം. എന്തൊക്കെയത്? കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കും. ഞാനിപ്പോ മണിപ്പൂരയുടെ അടുത്തുനിന്നാ വരുന്നത്. ഒന്നും പറയണ്ട. 10 മണി, 10:30 വണ്ടി. ഞാൻ കാത്തിരിക്കും. ആരാ? നീയോ? ഓടി വരലേ, ഓടി വരലേ.